ഇവിടെയുള്ള കുറച്ച് റൗഡികൾ ഒരു ഗ്രനേഡ് എടുത്ത് നമ്മുടെ ഹീറോയ്ക്ക് നേരെ എറിയുന്നു. ഹീറോ അത് പിടിച്ച് അവരുടെ മേലേക്ക് തന്നെ തിരിച്ചറിയുമ്പോൾ അതിലൂടെ വന്നൊരു ട്രക്കിൽ തട്ടി ഹീറോയ്ക്ക് മേലെ തന്നെ വന്ന് വീഴുകയും ഹീറോ മരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പിറ്റേ ദിവസമായതും നമ്മുടെ ഹീറോ വീണ്ടും ജീവനോടെ എഴുന്നേൽക്കുന്നു. എന്തെന്നാൽ നമ്മുടെ ഹീറോ ശരിക്കുമുള്ളൊരു മനുഷ്യനല്ല, അവൻ ഗെയിമിലുള്ളൊരു ക്യാരക്ടറാണ്. GTA പോലുള്ള ഗെയിംസിലൊക്കെ മെയിൻ അല്ലാത്ത സൈഡ് ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണോ അവർക്ക് എഴുതി വെച്ചിട്ടുള്ള കോഡ് അനുസരിച്ച് മാത്രം ജീവിക്കുന്നത്, അതുപോലെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഹീറോ. അവന്റെ മേലെ എന്താണ് കോഡ് എഴുതി വെച്ചിരിക്കുന്നത് ആ ഒരു ജീവിതം തന്നെ എല്ലാ ദിവസവും അവൻ റിപ്പീറ്റായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ദിവസവും ബാങ്കിലേക്ക് പോവുക, അവിടെ നിന്നും തന്റെ ഫ്രണ്ടിന്റെ കൂടെ കോഫി കുടിക്കാൻ പോവുക, ഇത് തന്നെയാണ് ഓരോ ദിവസവും അവൻ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിനെ കാണുന്നത്. ഹീറോയിൻ റിയൽ ലൈഫിലുള്ള ഒരു ഗെയിം പ്ലെയർ ആയിരിക്കും. എന്നാൽ നമ്മുടെ ഹീറോയെ ഗെയിമിനുള്ളിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും ആഡ് ചെയ്തിട്ടുണ്ടാവും. സോ ഗെയിമിലുള്ള നോൺ പ്ലേയേഴ്സ് ക്യാരക്ടേഴ്സ് എല്ലാം സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ നമ്മുടെ ഹീറോയിലും ഹീറോയിനെ കണ്ടതിൽ പിന്നെ പല മാറ്റങ്ങളും സംഭവിക്കാൻ തുടങ്ങുകയും ഹീറോയിനെ കണ്ടതും പുറകെ ഫോളോ ചെയ്ത് പോവുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും ഒരു ട്രെയിൻ ഇടിക്കുന്നത് മൂലം ഹീറോ മരിക്കുന്നു. അടുത്ത ദിവസം ഹീറോ വീണ്ടും ഉറക്കം വരുന്നു. ഇതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് നമുക്ക് പാർട്ട് 2 വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.